രാഷ്ട്രീയമെന്ന് മനസ്സിലാക്കാനും തയ്യാറാവണം എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. മഴയായി ചിരിയായി ചാലിട്ടു 100,000 വഴിയായി പായും നീറ്റിൽ കളഗാനമായി മാറി എന്ന് വൈലോപ്പിള്ളി എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതാൻ കാരണം അത്രമേൽ ജലസമൃദ്ധമായ ഒരു നാടായിരുന്നു നമ്മുടേത് കേരളം എന്നതുകൊണ്ടാണ്. 4 ഇടത്തരം നദികളും 40 ചെറുനദികളും 53 റിസർവോയറുകളും 150ഓളം തടയണകളും 50,000-ലധികം കുളങ്ങളും 9 ശുദ്ധജല തടാകങ്ങളും 50 ലക്ഷം കിണറുകളും നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അങ്ങനെ ഒരു കേരളത്തിന്റെ ജലസമൃദ്ധിയെയാണ് വൈലോപ്പിള്ളി പാടിപ്പുകഴ്ത്തിയത്. പക്ഷെ ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ പാടാൻ കഴിയുമായിരുന്നുവോ എന്നത് സംശയമാണ്. ആ കാലം ഒരു ഭൂതകാല സ്മരണ മാത്രമായി മാറിയിരിക്കുകയാണ്. 2001 കേരളത്തിന്റെ ജല ആവശ്യകത 26,800 ദശലക്ഷം ഘനമീറ്ററായിരുന്നു. 2031 ആകുമ്പോഴേക്ക് അത് 44,000 ദശലക്ഷം ഘനമീറ്റർ ആകും, അഥവാ 64% വർധനവുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് ജലത്തിന്റെ ആവശ്യകത കൂടി വരികയാണ്, പക്ഷെ ലഭ്യത കുറയുകയുമാണ്. മഴ കുറയുന്നു. ഞാനതിന്റെ കാരണങ്ങളിലേക്കൊന്നും വിശദമായി പോകുന്നില്ല. ആഗോളതാപനവും വനനശീകരണവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെല്ലാം നാം ചർച്ച ചെയ്യുന്നതാണ്. ശുദ്ധജല സ്രോതസ്സുകൾ വറ്റി വരണ്ടു പോകുന്നു. ജലസ്രോതസ്സുകൾ മലിനമാകുന്നു. നമ്മുടെ വലിയ പൈതൃകമുള്ള നദികളെല്ലാം ഇന്ന് അഴുക്കുചാലുകൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇടശ്ശേരി കുറ്റിപ്പുറം പാലത്തിൽ അരനൂറ്റാണ്ടിനും അപ്പുറം പ്രവാചക തുല്യമായ കാഴ്ചപ്പാടോടുകൂടി പറയുന്നുണ്ട്, കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീയും ആകുലയാം ഒരു അഴുക്കുചാലായി മാറുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ അഴുക്കുചാലുകളായി നദികൾ മാറുന്ന ദുരന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വരാനിരിക്കുന്ന യുദ്ധങ്ങൾ തന്നെ ജലത്തിനു വേണ്ടിയാകുമെന്ന മുന്നറിയിപ്പിന്റെ മുൻപിൽ ജലയുദ്ധങ്ങൾ ആശങ്കയായി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ആ അപകടകരമായ ഭാവിയെ നേരിടാനുള്ള ഇച്ഛാശക്തിയോടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനും ശാസ്ത്രീയമായി ജലവിതരണ പദ്ധതികൾ ആവിഷ്കരിക്കാനും നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളെ സംരക്ഷിക്കാനുമെല്ലാമുള്ള നടപടികളുമായി ഈ സർക്കാർ മുൻപോട്ട് പോകുന്നത്. ജലസേചന പദ്ധതികൾക്കായി 413 കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ്. നദികളെ തന്നെ ജലസംഭരണികളാക്കി മാറ്റുക എന്ന ആശയം മുൻപോട്ട് വെക്കുന്നു. ഏറ്റവും പ്രായോഗികമാണത്. 30ഓളം റെഗുലേറ്ററുകൾ ഇപ്പോ കേരളത്തിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. 600 കോടിയാണ് അതിന് വകയിരുത്തിയിട്ടുള്ളത്. എന്റെ നിയോജക മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമത്തിന് വലിയൊരളവോളം പരിഹാരമാവുന്ന ചൂണ്ടി അതിൽ പെടുന്നുണ്ട്. ഞാനതിന് പ്രത്യേകമായി വകുപ്പിനെയും മന്ത്രിയെയും അഭിനന്ദിക്കുകയാണ്. വരൾച്ച നേരിടാൻ 5500 കുഴൽക്കിണറുകളും 580 ചെറുകിട ജലസേചന പദ്ധതികളും നവീകരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ. ഇച്ഛാശക്തിയോടെ ധീരമായ നടപടികൾക്കാണ് വകുപ്പ് നേതൃത്വം കൊടുക്കുന്നത്. അത് ഈ തലസ്ഥാന ജില്ല തന്നെ അനുഭവിച്ചിട്ടുള്ളതാണ്. നെയ്യാറിൽ നിന്ന് ജലം അരുവിക്കരയിൽ എത്തിച്ചതിനെ ഒരു പത്രം വിശേഷിപ്പിച്ചത് വിസ്മയ വേഗത്തിൽ എന്നാണ്. അങ്ങനെയാണ് തിരുവനന്തപുരം നഗരം ഇന്ന് കുടിവെള്ളത്തിന് മുട്ടില്ലാതെ കഴിയുന്നത് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ കൂട്ടത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ലോകത്തിലെമ്പാടും പല രാജ്യങ്ങളിലും കുടിവെള്ളക്ഷാമത്തെ നേരിടുന്നതിന് വേണ്ടി കടൽ വെള്ളം ശുദ്ധീകരിച്ചുപയോഗിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്, പ്രത്യേകിച്ച് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ. ഭാവിയിൽ നമുക്കും ആ മാർഗം ആശ്രയിക്കേണ്ടി വരും എന്ന് നമുക്ക് കാണാനാവണം. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും ഇനി വൈകിക്കൂടാ എന്ന് സൂചിപ്പിക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ പ്രതീക്ഷ കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതി 2,700 രൂപ മാത്രം കിട്ടിക്കൊണ്ടിരുന്നത് ഈ സർക്കാർ വന്നപ്പോഴേക്ക് 4,500 വർദ്ധിച്ചിരിക്കുകയാണ്. വിവിധ സ്കോളർഷിപ്പുകൾ, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ശരിയായ കാഴ്ചപ്പാട് പകർന്നു നൽകുന്ന കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സംഘടിപ്പിക്കൽ, ഭവന പദ്ധതികളുടെ പുതിയ തുടക്കം, ഇതെല്ലാം ആ മേഖലയെ കൂടുതൽ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ്. എല്ലാ മേഖലയിലും പുരോഗതിയും പ്രതീക്ഷയും കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സാധിച്ചു. ഇവിടെ മുമ്പ് പ്രസംഗിച്ചിട്ടുള്ള ബഹുമാന്യരായ ചില അംഗങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, എന്താണ് ഈ 1ാം വാർഷികം ആഘോഷിക്കുന്ന ഗവൺമെന്റിന് ജനങ്ങളുടെ മുൻപാകെ വെക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഇവരൊക്കെ കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന സംശയമാണ് അത്തരത്തിലുള്ള വാദഗതികൾ കേൾക്കുമ്പോൾ തോന്നുക. എല്ലാവർക്കും വീടും സ്ഥലവും കൊടുക്കാൻ തീരുമാനിച്ച സർക്കാരാണ്. ആ പദ്ധതിയാണ് ലൈഫ്. ഈ ഗവൺമെന്റ് 5 വർഷം കാലാവധി പൂർത്തിയാകുമ്പോൾ ഈ കേരള സംസ്ഥാനത്ത് സ്വന്തമായി വീടില്ലാത്ത ഒരു കുടുംബം പോലും ഉണ്ടാവില്ല എന്ന് ഉറപ്പു പറയാൻ കഴിയുമെങ്കിൽ ഇതിനേക്കാൾ വലിയ ഏത് ചുവടുവയ്പ്പാണ് ഞങ്ങൾ നടത്തേണ്ടത് എന്ന് ദയവായി പറഞ്ഞു തരാൻ നിങ്ങൾ തയ്യാറാവണം. ക്ഷേമ പെൻഷനുകൾ ഇനി ഒരു കാലത്തും കിട്ടില്ലെന്ന് കരുതിയ ക്ഷേമ പെൻഷനുകൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ, വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചു. 60 വയസ്സ് കഴിഞ്ഞ സകല മനുഷ്യർക്കും പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറി. അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് പാഠപുസ്തകങ്ങൾ കൃത്യമായി സ്കൂളുകളിൽ എത്തിയിരിക്കുന്നു. ഓണം
നേരത്തെ വന്നതുകൊണ്ടാണ് പുസ്തകം എത്താത്തത് എന്ന ന്യായം പറയുന്ന ഒരു മന്ത്രി ഇന്ന് കേരളത്തിലില്ല എന്നതാണ് ഈ കേരള സംസ്ഥാനത്ത് LDF ഗവൺമെന്റ് വന്നപ്പോഴുള്ള ഏറ്റവും വലിയ നേട്ടമെന്ന് നിങ്ങൾ കാണണം. വിദ്യാഭ്യാസ വായ്പയെടുത്ത പണം തിരിച്ചടയ്ക്കാനാവാതെ ജീവനൊടുക്കിയ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നാടായിരുന്നില്ല കേരളം. ഇനി ഈ കേരളത്തിന്റെ മണ്ണിൽ വിദ്യാഭ്യാസ വായ്പയെടുത്തതിന്റെ പേരിൽ ഒരു കുടുംബവും കണ്ണീര് കുടിക്കേണ്ടി വരില്ല എന്ന് തീരുമാനിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞുവെങ്കിൽ ആ നേട്ടം കാണാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടില്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ വീടുകളും വൈദ്യുതീകരിക്കപ്പെടുന്ന സംസ്ഥാനമായി മാറുന്നു ഈ ഗവൺമെന്റ്. LDF ഗവൺമെന്റിന്റെ കീഴിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം അതൊരു നേട്ടമായി നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നഴ്സറി ടീച്ചർ മുതൽ ലൈബ്രറിയൻ മുതൽ ആയ മുതൽ നമ്മുടെ സമൂഹത്തിൽ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്തിരുന്ന നമ്മുടെ സഹോദരിമാർ, ജീവനക്കാർ, അവരെ കാണാൻ ഈ ഗവൺമെന്റിന് കണ്ണുണ്ടായില്ലേ? 2050 രൂപ വാങ്ങിയ നഴ്സറി ടീച്ചർ 12,000 രൂപ ഇപ്പോൾ വാങ്ങുന്നുവെങ്കിൽ ആ കുടുംബങ്ങളുടെ പിന്തുണ ഈ ഗവൺമെന്റിനോടൊപ്പം ഉണ്ട്, ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ആയമാരുടെ ഓണറേറിയം എത്രയായിരുന്നു? നിങ്ങൾ ഭരിക്കുമ്പോൾ 1,400 രൂപ, ഇന്ന് അവർ 8,000 രൂപ വാങ്ങുന്നു. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് 30,000 40,000 രൂപ വാങ്ങുന്നവരായി മാറി. ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് നിങ്ങൾ കാണണം. മാധ്യമങ്ങൾ ഒരുപക്ഷെ പ്രചരണങ്ങളിൽ അഭിരമിക്കുന്നുണ്ടാവാം, വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടാവാം. പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും കുത്തമ മാധ്യമങ്ങളിലെ കൂലിയെഴുത്തുകാരുടെ ഔദാര്യത്തിൽ പിച്ചവെച്ച് നടന്നവരല്ല ഞങ്ങളെന്ന് എപ്പോഴും ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. ആ കാലമൊക്കെ പോയി. അവർ സാമൂഹ്യ ബോധത്തെ നിയന്ത്രിക്കുമെന്ന് വെറുതെ അവർ നടിച്ചിട്ട് കാര്യമില്ല. ആ പിൻബലത്തിൽ നിങ്ങൾ നിൽക്കുകയും വേണ്ട. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വാർത്തകൾ, കേരളത്തിലെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ഇല്ല. PT എല്ലാവരോടും വഴങ്ങുമോ ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇപ്പൊ നേരത്തെ സതീഷിനോട് ചോദിച്ചു, PT അല്ലാതെ ആരെങ്കിലും ചോദിച്ചോ വഴങ്ങാം. അപ്പോ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മാധ്യമങ്ങൾ ഈ നേട്ടങ്ങൾ കാണുന്നുണ്ട്. BBC റിപ്പോർട്ട് ചെയ്യുന്നു, കേരളത്തിലെ ധനമന്ത്രിയുടെ നേട്ടങ്ങളെ സംബന്ധിച്ച് ആവേശത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ടെലിവിഷൻ ചാനലാണ് ടെലിസൂർ. കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആവിഷ്കരിച്ച പുതിയ പദ്ധതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, 21ാം നൂറ്റാണ്ടിലെ മികച്ച സോഷ്യലിസ്റ്റ് മാതൃകയാണ് കേരളത്തിലെ തൊഴിൽ വകുപ്പിന്റെ നേട്ടങ്ങൾ, അവരുടെ പദ്ധതികൾ എന്ന് പറയുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് BBC-യും ലാറ്റിൻ അമേരിക്കയിലെ ടെലിവിഷൻ ചാനലും ലോകത്തിലെ പല മാധ്യമങ്ങളും ഈ ഗവൺമെന്റിനെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങളെങ്കിലും കണ്ണു തുറന്നു കാണാൻ, ഇനിയെങ്കിലും കണ്ണു തുറന്നു കാണാൻ തയ്യാറാകണമെന്നാണ്. ഇന്നലെയും ഇന്നുമായി 2 അടിയന്തര പ്രമേയങ്ങൾ ഈ സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന്റെ വിഷയമായി കൊണ്ടുവന്ന് മെഡിക്കൽ PG ഫീസ് വർധനവ് സംബന്ധിച്ചാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, മെഡിക്കൽ PG ഫീസ് വർധനവ് സംബന്ധിച്ചുള്ള എല്ലാ പ്രതിപക്ഷ ആരോപണങ്ങളും, എല്ലാ പ്രചരണ പുകമറകളും ഇപ്പോ അവസാനിച്ചില്ലേ? ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഈ സഭയിൽ പറഞ്ഞതെന്താ? കോടതി വിധി നിലനിൽക്കുന്നു, അത് മറികടക്കാനാവില്ല, ഗവൺമെന്റിന് പരിമിതിയുണ്ട്, 2 തരം ഫീസ് പറ്റില്ല. ആകെ ഗവൺമെന്റിന് ചെയ്യാവുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാൻ മാനേജ്മെന്റുമായി ധാരണയുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു സ്കീം ഉണ്ടാക്കാൻ മുൻകൈയെടുക്കലാണ്. ഇതാണ് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി പറഞ്ഞത്. ബഹളം കൂട്ടിയ പ്രതിപക്ഷാംഗങ്ങളോട് ഞാൻ പറയുന്നു, ഈ ശബ്ദം നിങ്ങൾ കേൾക്ക്. ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പക്വതയുടെ ശബ്ദം, അതാണ് ഈ സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടത്. വെറുതെ ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല. അതിനെ സംബന്ധിച്ച് ഇല്ലാത്ത വിഷയം ഉയർത്തി നിങ്ങൾ സമരം നടത്തി. ആ സമരത്തെ സംബന്ധിച്ച് ഇവിടെ അടിയന്തര പ്രമേയത്തിൽ വിഷയങ്ങൾ കൊണ്ടുവരുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? പോലീസ് മർദ്ദനം പോലും, ഭീകര ലാത്തിചാർജ് പോലും. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ, തല തല്ലിപ്പൊളിക്കുന്നതിനെ കുറിച്ചൊക്കെ അങ്ങിവിടെ പറഞ്ഞല്ലോ. അങ്ങീ പറഞ്ഞതിനൊക്കെ മുൻകാല പ്രാബല്യം ഉണ്ടോ? ഞങ്ങളിവിടെ കുറച്ചുപേര് ഇരിക്കുന്നുണ്ട്, ഒരു കാലത്ത് പൊട്ടിക തുന്നിച്ചേർത്ത തലകളുമായി. അന്ന് ഈ ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. കോഴിക്കോട്ട് വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം കൊടുത്ത SFIയുടെ അന്നത്തെ നേതാവ് P. ബിജുവിന് നേരെ നിങ്ങളുടെ കാലഘട്ടത്തിൽ പ്രത്യേക പരിഗണന കിട്ടിയ പോലീസ് ഓഫീസർ രാധാകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ റിവോൾവർ എടുത്ത് വെടിവെക്കുകയാണ് ചെയ്തത്. അങ്ങയുടെ പ്രതിഷേധം ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളുടെ പ്രത്യേക പരിഗണന കിട്ടിയ ആ ഉദ്യോഗസ്ഥൻ ഒരു ഉന്നമില്ലാത്തവനായതുകൊണ്ട് മാത്രമല്ലേ അന്ന് SFIയുടെ നേതാവ് രക്ഷപ്പെട്ടത്? അല്ലെങ്കിൽ രക്ഷപ്പെടുമായിരുന്നോ? ഇന്ന് നിങ്ങളുടെ ഒരു പ്രവർത്തകന്റെ ജനനേന്ദ്രിയം തകർത്തു ഒരു SI എന്ന് ഇവിടെ കോവളമംഗം ചർച്ചയിൽ പറഞ്ഞു. ആ SIയുടെ പേരിൽ നടപടിയെടുത്തതിന് പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചു. അതാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട്. എന്നാൽ നിങ്ങൾ ഭരിക്കുമ്പോഴോ ഈ തിരുവനന്തപുരത്ത് തന്നെ മുഖ്യമന്ത്രിയെ കറുത്ത പതാക ഉയർത്തി കാണിച്ചതിന് ഒരു DYFI പ്രവർത്തകന്റെ ജനനേന്ദ്രിയം സർക്കിൾ ഇൻസ്പെക്ടർ തകർക്കുന്ന ചിത്രം പത്രങ്ങളിലും ദൃശ്യം ടെലിവിഷൻ ചാനലുകളിലും വന്നില്ലേ? ഇതെന്താ, നമുക്ക് 2 നയം പറ്റുമോ? ജനനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ നിങ്ങളതായാലും നമ്മളതായാലും ഒക്കെ ജനനേന്ദ്രിയമല്ലേ? അത് തകർത്തു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അതിനെതിരെ ഒരേ നിലപാട് നമ്മൾ സ്വീകരിക്കണ്ടേ? അങ്ങനെ സ്വീകരിക്കാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ ഇത്ര വലിയ ഭീകരമായ പോലീസ് മർദ്ദനമൊന്നും വേണ്ട. പോലീസ് ജീപ്പിന്റെ ഹോണടി കേട്ടാൽ
ഓടി ആ പഞ്ചായത്ത് വിടുന്നവരാണ് ഇന്ന് കേരളത്തിലെ KSUവിലുള്ളതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കണ്ടതാണ്. അത്ര ഭീകരമായ ഒരു പോലീസ് മർദ്ദനം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഇല്ലാത്ത വിഷയങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇവിടെ ഒരു കൊലപാതകത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള അടിയന്തര പ്രമേയം വന്നു. കൊലപാതകം നമ്മൾ എതിർക്കേണ്ടതാണ്. ആരുടെ കൊലപാതകമായാലും എതിർക്കേണ്ടതാണ്. ആരും കൊല്ലപ്പെടാൻ പാടില്ല. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ എഴുതുന്നുണ്ട്, മനുഷ്യന്റെ ഒരു തുള്ളി രക്തത്തിന് ഒരു കിരീടത്തെക്കാൾ വിലയുണ്ട്. അത് മാനവികതയുടെ ദർശനമാണ്. ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. നമ്മുടെ മണ്ണിൽ ആരും കൊല്ലപ്പെടരുത്. പക്ഷേ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്നലെ കേരളത്തിൽ പുറത്തിറങ്ങിയ ഒരു പ്രമുഖ പത്രത്തിന്റെ മുഖപ്രസംഗം വായിക്കണം. എല്ലാ കോൺഗ്രസ് അംഗങ്ങളും വായിക്കണം. എല്ലാ കൊലപാതകങ്ങളെയും എതിർക്കുന്നതിന് പകരം കേരളത്തിൽ RSSകാർ നടത്തുന്ന കൊലപാതകങ്ങളുടെ മുൻപിൽ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നു. ഏതെങ്കിലും ഒരു RSSന്റെ കൊലയാളി കൊല്ലപ്പെട്ടാൽ അതൊരു വലിയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇത് ശരിയാണോ? എത്ര കൊലപാതകങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, അനുഭവത്തിലുണ്ട്. കേരളത്തിൽ ഇന്ത്യയിലാദ്യമായി, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാദ്യമായി ഒരു നിയമസഭാംഗം കൊല്ലപ്പെട്ടത് ഈ കേരളത്തിലല്ലേ? 969 കുഞ്ഞാലി. ആരായിരുന്നു കൊലയാളി? ഇന്ത്യയിലാദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാൻ കൊല്ലപ്പെട്ടത് ഈ കേരളത്തിലല്ലേ? ചാവക്കാട്ടെ KP വത്സലൻ. ആരായിരുന്നു കൊലയാളി? ഇന്ത്യയിലാദ്യമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് രാമന്തളിയിൽ പയ്യന്നൂര് ഈ കേരളത്തിലല്ലേ? OK കുഞ്ഞിക്കണ്ണൻ. ആരായിരുന്നു പ്രതികൾ? ആരായിരുന്നു കൊലയാളികൾ? കേരളത്തിൽ ഇന്ത്യയിലാദ്യമായി ഒരു മുൻ MLA കൊല്ലപ്പെട്ടത് കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദർ അല്ലേ? ആരായിരുന്നു പ്രതികൾ? ഇന്ത്യയിലാദ്യമായി ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം കൊല്ലപ്പെട്ടത് ഈ കേരളത്തിലല്ലേ? KV സുധീഷ്. ആരായിരുന്നു പ്രതികൾ? ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ ഈ സാഹചര്യങ്ങളിൽ? വേണ്ട, ഇതൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാരായതുകൊണ്ടാണ് എന്ന് കരുതാം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം RSS എത്ര പേരെ കൊന്നുതള്ളി? +2 വിദ്യാർത്ഥി അനന്ത് കൊല്ലപ്പെട്ടപ്പോ ഒരു സബ്മിഷൻ ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? 8 വയസ്സുകാരൻ ഫഹദിനെ RSS സംഘപരിവാർ കഴുത്തറുത്തു കൊന്നപ്പോ ഒരു സബ്മിഷൻ ഉന്നയിക്കാൻ നിങ്ങൾ തയ്യാറായോ? എന്തിനധികം പറയുന്നു, തൃശൂരിലെ കാഞ്ഞാണിയിൽ കോൺഗ്രസിന്റെ നേതാവ് സുരേഷിനെ പട്ടാപ്പകൽ അടിച്ചു കൊന്നപ്പോ കൂടെ കൊടിപിടിക്കുന്നവൻ കൊല്ലപ്പെട്ടപ്പോ ഒരടിയന്തര പ്രമേയം ഈ നിയമസഭയിൽ നിങ്ങൾ കൊണ്ടുവന്ന കോൺഗ്രസുകാരന്റെ ജീവനേക്കാൾ വില കൊലക്കേസ് പ്രതിയും ഘാതകനുമായ RSSകാരനാണ് എന്ന് കരുതുന്ന ആ രാഷ്ട്രീയ പാപ്പരത്വമുണ്ടല്ലോ, അത് നിങ്ങൾ ശരിയാണോ? ഈ കാലഘട്ടത്തിന് ചേരുന്നതാണോ? സംഘപരിവാർ ഫാസിസത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? നിങ്ങൾ പരിശോധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ചരിത്രമൊന്നും മറന്നുപോകാനുള്ളതല്ല. മറവിക്കെതിരായ ഓർമ്മകളുടെ സമരമാണ് രാഷ്ട്രീയമെന്ന് എഴുതിയത് മിലാൻ കുന്ദേരയാണ്. ബഹുമാനപ്പെട്ട അരുവിക്കര അംഗത്തിനെങ്കിലും അത് തിരിച്ചറിയാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം അത് അറിയാത്തവരോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ചരിത്രം മറന്നു കളയേണ്ടവരല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ സംസാരിച്ചവരൊക്കെ 2-3 മിനിറ്റ് അധികമായിട്ട് എടുത്തു. ഞാൻ അതിനു മുമ്പ് നിർത്തിക്കഴിഞ്ഞാൽ ചെയറിന് എന്നോട് പ്രത്യേക എന്തോ വിരോധമുണ്ടെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ സമയം എടുത്തിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതി. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ രൂപത്തിൽ കേരളത്തിൽ ലോകമാകെ കേരളത്തിലെ ഭരണത്തെ അംഗീകരിക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യർ ഇതെന്റെ സർക്കാരാണെന്ന് ഹൃദയത്തിൽ തൊട്ട് പറയുന്ന ഈ ഘട്ടത്തിൽ ഈ ഗവൺമെന്റിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പുകമറ സൃഷ്ടിക്കാനുള്ള ഈ പ്രതിപക്ഷ തന്ത്രമൊന്നും വിലപ്പോകാൻ വേണ്ടി പോകുന്നില്ല. ഈ ഗവൺമെന്റ് കേരളത്തിൽ മഹത്തായ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയാണ്. ഞങ്ങൾ ധീരമായി പോകും കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോടെ. ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും തൊഴിലാളികളും കർഷകരും ചെറുപ്പക്കാരും ഈ ഗവൺമെന്റിന്റെ പിന്നിൽ അണിനിരക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടാനില്ല. ഈ പാതയിൽ തന്നെ ഞങ്ങൾ മുൻപോട്ട് പോകും. ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ നിർത്തുന്നു.